പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NSന്റെ +2 ഹ്യൂമാനിറ്റീസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പറായ ഹിസ്റ്ററി കോഡ് നമ്പർ 315ന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള അവസാനത്തെ ക്ലാസ് ആണ്. നമ്മുടെ പുസ്തകത്തിലെ അവസാനത്തെ ചാപ്റ്റർ ഓപ്ഷണൽ മൊഡ്യൂളില് അവസാനത്തെ ചാപ്റ്ററായ 31ാമത്തെ ചാപ്റ്ററാണ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു അധ്യായമാണ്. സാംസ്കാരിക ആശയവിനിമയം എന്ന് പറയുന്ന അധ്യായമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം സിലബസിന്റെ 60% മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% അസൈൻമെന്റ് ചാപ്റ്റർ ആണ്. അത് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ 60% വരുന്ന ഭാഗങ്ങളാണ് നമ്മുടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഓപ്ഷണൽ മൊഡ്യൂളിൽ തന്നെ അവസാനത്തെ ചാപ്റ്ററിൽ വെറും 2 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ചെറിയൊരു ചാപ്റ്റർ ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്ന ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ബോർഡിൽ ഇംഗ്ലീഷിൽ എഴുതി അതിന്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ് മലയാളത്തിലെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മുടെ ഗൈഡിലും ഇതേ രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എല്ലാ വിഷയത്തിന്റെയും മലയാളത്തിലെ ഗൈഡുകൾ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവര് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അസസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ലാംഗ്വേജ് ഇൻ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ assess the importance of speech writing printing in cultural communication എന്നാണ്. സാംസ്കാരിക വിനിമയത്തില് ഭാഷയുടെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ സാംസ്കാരിക വിനിമയത്തില് എഴുത്ത്, പ്രിന്റിംഗ് ഇവയുടെ പ്രാധാന്യം വിവരിക്കാം. ഓക്കെ, മനുഷ്യ സമൂഹത്തിന്റെ പ്രധാന സവിശേഷതയാണ് ഭാഷ. ഇത് ആളുകൾക്ക് പരസ്പരം തിരിച്ചറിയുന്നതിനും പരസ്പര ആശയവിനിമയം നടത്തുന്നതിനുള്ള ഒരു ഉപാധിയാണ്. ഒരു ഭാഷ അതേ ഭാഷ സംസാരിക്കുന്ന ആളുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നു. ഒരേ ഭാഷ സംസാരിക്കുന്നവർക്കിടയിൽ ഒരു സാമൂഹിക ഐക്യം നിലനിൽക്കുന്നു. അതേസമയം വ്യത്യസ്തങ്ങളായ ഭാഷകൾ സംസാരിക്കുന്നവർ തമ്മിൽ ഒരു വേർതിരിവും കാണാൻ കഴിയില്ല. ഭാഷയുടെയും സംസ്കാരത്തിന്റെയും വ്യാപനം ഭൗമശാസ്ത്രപരമായ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അടുത്തടുത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ഒരേ ഭാഷയായിരിക്കും. അതേസമയം അവർ ദൂരങ്ങളിൽ താമസിക്കുന്നവർ തമ്മിൽ ഭാഷയിൽ വ്യത്യസ്തം ഉണ്ടായിരിക്കും. ആധുനിക രീതിയിലുള്ള യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന മുമ്പ് വളരെ അകലെയുള്ള ആളുകൾ തമ്മിൽ ആശയവിനിമയം സാധ്യമായിരുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിലും ആധുനിക രീതിയിലുള്ള യാത്രാ സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം മലമ്പ്രദേശങ്ങളിലേക്കും വനപ്രദേശങ്ങളിലേക്കും മറ്റുമുള്ള ആളുകൾ തമ്മിൽ ആശയവിനിമയം ബുദ്ധിമുട്ടുള്ളതാണ്. ഇവിടെ കാണുന്ന വിവിധ ഗോത്രങ്ങൾ തമ്മിൽ വലിയ ദൂരമുണ്ടാകും. അതിനാൽ തന്നെ ഓരോ ഗോത്രങ്ങൾക്കും വ്യത്യസ്തപരമായ ഭാഷകളാണ്. ഇതിനുള്ള പ്രധാന കാരണം ഗതാഗത സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ്. എന്നാൽ ഉത്തർപ്രദേശിലും ബീഹാറിലുമുള്ള സ്ഥലങ്ങൾ വളരെ വിശാലമാണെങ്കിലും ആധുനിക രീതിയിലുള്ള ഗതാഗത സൗകര്യങ്ങൾ മൂലം ഈ പ്രദേശങ്ങൾക്ക് എല്ലാം ഒരേ ഭാഷ, ഒരേ സംസ്കാരം രൂപപ്പെടുത്താൻ സാധിച്ചു. ഒരേ ഭാഷക്ക് തന്നെ പ്രാദേശികമായ വകഭേദങ്ങൾ ഉണ്ടാവും. എന്നിരുന്നാലും അവയൊരു മറ്റൊരു ഭാഷയായി പരിഗണിക്കുന്നില്ല. പകരം ഒരേ ഭാഷയുടെ തന്നെ വകഭേദങ്ങൾ ആയി പരിഗണിക്കുന്നു. സംസാര ഭാഷ ആശയവിനിമയത്തിലെ പ്രധാന മാർഗമാണ്. എഴുത്തു ഭാഷ ഇന്ത്യക്കാർക്ക് പരിചിതമാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പാണ് ഹാരപ്പൻ ഭാഷ ലിപികളോട് കൂടിയ ഭാഷയായിരുന്നില്ല. ഹാരപ്പൻ സംസ്കാരത്തിന്റെ നാശത്തിന് ശേഷം എഴുത്തുവിദ്യ തന്നെ ഇന്ത്യക്കാർക്ക് നഷ്ടപ്പെട്ടിരുന്നു. എഴുത്തുവിദ്യ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് 3ാം നൂറ്റാണ്ടിലാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഭരണാധികാരികളും മറ്റും പ്രധാന രേഖകൾ പാറകളിലും കൽഫലങ്ങളിലും കൊത്തിവെച്ചിരുന്നു. പഴയ കാലത്ത് കൂടുതലും മതപരമായ ഗ്രന്ഥങ്ങളാണ് എഴുതപ്പെട്ടിരുന്നത്. ശാസ്ത്രം എന്നറിയപ്പെടുന്ന നിയമഗ്രന്ഥങ്ങൾ രാജാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും ഉപയോഗത്തിന് വേണ്ടി എഴുതപ്പെട്ടതാണ്. നാടകങ്ങളും പദ്യങ്ങളും സമ്പന്ന വിഭാഗത്തിന്റെ വിനോദത്തിന് വേണ്ടി രചിക്കപ്പെട്ടവയാണ്. ഇതിഹാസങ്ങളും ജാതക കഥകളും വാമൊഴി കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇതിന്റെ ഫലമായി പല വ്യത്യാസങ്ങളും ഇതിൽ പ്രത്യക്ഷപ്പെട്ടു. ആദ്യഘട്ടങ്ങളിൽ ഇത്തരം ഗ്രന്ഥങ്ങൾ കൈകൊണ്ടാണ് എഴുതപ്പെട്ടത്. ഇത്തരം കയ്യെഴുത്ത് പ്രതിനിധികൾ മാനുസ്ക്രിപ്റ്റ് എന്നറിയപ്പെടുന്നു. മധ്യകാലഘട്ടത്തിലെ ഒരു പ്രധാന കലയായിരുന്നു ഇത്തരം കയ്യെഴുത്ത് ഗ്രന്ഥങ്ങളുടെ നിർമ്മാണം. ഇതിന്റെ പേജുകൾ മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരുന്നു. പ്രത്യേക വൈദഗ്ധ്യം നേടിയ വ്യക്തികളായിരുന്നു ഇതിന്റെ നിർമ്മാണം. പ്രിന്റിന് ആരംഭിച്ചത് 16ാം നൂറ്റാണ്ടായിരുന്നു. 19ാം നൂറ്റാണ്ടുണ്ടായ സാമൂഹ്യ മാറ്റങ്ങൾ കാരണം പ്രസ്സുകളും പ്രിന്റിംഗ് വിദ്യകളുമാണ്.
19-ാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യയിൽ പ്രാദേശിക ഭാഷകളിൽ ന്യൂസ് പേപ്പറുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ദേശീയവാദികളും സാമൂഹ്യ പരിഷ്കർത്താക്കളുമാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ഇന്ത്യൻ ജനതയുടെ പൊതുജനാഭിപ്രായത്തെ രൂപീകരിക്കുന്നതിൽ അക്ഷരവിദ്യ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ന്യൂസ് പേപ്പറുകളും മാഗസിനുകളും വഴി ഇതിന്റെ രക്ഷാധികാരികൾ പലപ്പോഴും അവരുടെ ആശയങ്ങൾ വായനക്കാരിലേക്ക് എത്തിക്കുകയും വായനക്കാരെ സ്വാധീനിക്കുകയും ചെയ്തു. അതേസമയം വായനക്കാർക്ക് തിരിച്ചൊരു സ്വാധീനമോ സ്വന്തം അഭിപ്രായങ്ങളുടെ വിനിയോഗമോ സാധിക്കുന്നില്ല. മാധ്യമങ്ങളിലൂടെയുള്ള ആശയവിനിമയം ഒരു വൺ വേ പ്രോസസ്സായി മാറുന്നു. ചുരുക്കത്തിൽ എല്ലാ സാംസ്കാരിക ഘടകങ്ങളെയും രൂപപ്പെടുത്തിയതും കൈമാറ്റം ചെയ്തതും ഭാഷ എന്ന മാധ്യമമാണ്. രണ്ടാമത്തെ ചോദ്യം, അസസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് മ്യൂസിക് ആസ് എ വെഹിക്കിൾ ഓഫ് കൾച്ചർ. സംസ്കാരത്തെ വഹിക്കുന്ന വാഹനം എന്ന നിലക്ക് സംഗീതത്തിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? വളരെ പ്രാചീനപരമായ സാംസ്കാരിക പ്രകടനങ്ങളാണ് സംഗീതവും നൃത്തവും. പ്രാചീന ജനത സംഗീതത്തിനും നൃത്തത്തിനുമായുള്ള താളങ്ങൾക്കായി കൈകൾ കൊട്ടുകയും മറ്റും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് പല വിധത്തിലുള്ള സംഗീത ഉപകരണങ്ങൾ നിലവിലാണ്. കേരളത്തിന്റെ കലാരൂപമായ കഥകളി ഇതിന് ഉദാഹരണമാണ്. ചില പ്രധാന ഉത്സവവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും മറ്റുമാണ് ഇത്തരം കലാരൂപങ്ങൾ അവതരിപ്പിക്കപ്പെടുക. ജനങ്ങളുടെ വൈകാരിക ഭാവങ്ങളെ ഇത്തരം കലാരൂപങ്ങൾ പ്രകടമാക്കുന്നു. ഫോക്ക് സംഗീതങ്ങൾ, അതായത് നാടൻ പാട്ടുകൾ, കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് മഴയുടെ ആഗമനം, കൊയ്ത്തുകാലം എന്നിവയുടെ ഭാഗമായി ഉപയോഗപ്പെടുന്നു. ഇത് കൽപ്പണിക്കാരെയും കൃഷിക്കാരെയും മറ്റു സംഗീതമാണ്. ഓരോ ജോലിയും ഏർപ്പെട്ടിരിക്കുന്നവർ ആലപിക്കുന്ന ഗീതങ്ങൾ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടതാണ്. സ്ത്രീകളുടെ സാമൂഹ്യ അവസ്ഥകളുമായി ബന്ധപ്പെട്ട പാട്ടുകളുമുണ്ട്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്തുന്ന ദുഃഖത്തെ പ്രകടിപ്പിക്കുന്ന ഗാനങ്ങളും സ്വന്തം മാതാപിതാക്കളുടെ ഭവനം വിട്ട് വിവാഹശേഷം പോകുന്ന പെൺകുട്ടിയുടെ മനോവികാരങ്ങൾ കാണിക്കുന്ന ഗീതങ്ങൾ ഇവയൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഫോക്ക് മ്യൂസിക് പങ്കാളിത്ത സ്വഭാവമുള്ളതാണ്. കാരണം ഇത് നിർമ്മിക്കുന്ന ജനങ്ങൾ അവരുടെ തന്നെ ഉപയോഗത്തിന് വേണ്ടി, അതായത് അവർ തന്നെ ഓരോ പ്രത്യേക അവസരങ്ങൾ ആലപിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ക്ലാസിക്കൽ സംഗീതങ്ങൾ വളരെ വികാസം പ്രാപിച്ച കലാരൂപമാണ്. ഇതിന് കൃത്യമായ നിയമങ്ങളുണ്ട്. ഇതിനെ സംഗീതത്തിന്റെ വ്യാകരണം എന്ന് വിശേഷിപ്പിക്കാം. ഇത് ആലപിക്കാൻ കൃത്യമായ പരിശീലനവും ആവശ്യമാണ്. നാടൻപാട്ടുകളും ക്ലാസിക്കൽ സംഗീതവും തമ്മിൽ നൂറ്റാണ്ടുകളുടെ പരസ്പര ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും രണ്ടിനെയും തമ്മിൽ വേർതിരിക്കാൻ ബുദ്ധിമുട്ടാണ്. പഴയ കാലങ്ങളിൽ രാജാക്കന്മാരാണ് ക്ലാസിക്കൽ സംഗീതത്തെ സംരക്ഷിച്ചിരുന്നത്, പ്രോത്സാഹിപ്പിച്ചത്. രണ്ട് രീതിയിലുള്ള സംഗീതങ്ങളും മതപരമായ ലക്ഷ്യങ്ങൾക്കാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. പല സംഗീതങ്ങളുടെ ആശയം തന്നെ മതപരമാണ്. പല ഇന്ത്യൻ സംഗീതങ്ങളുടെയും അടിസ്ഥാനം സാമവേദത്തിൽ കാണാൻ കഴിയും. മധ്യകാലഘട്ടത്തിലുണ്ടായ ഭക്തി സൂഫി ആചാരന്മാരുടെ പല രചനകളും അവരുടെ അനുയായികളും ആരാധകരും ആലപിച്ചിരുന്നു. ഭജനകളും മറ്റുമായി ഇവ ഇന്നും പ്രസിദ്ധമാണ്. ഇത്തരം ഭജനകളെല്ലാം തന്നെ എന്തെങ്കിലും ഇഷ്ടദേവനുമായുള്ള ഭക്തിയാണ് കാണിക്കുന്നത്. പുതിയ രൂപത്തിലുള്ള സംഗീതമാണ് സിനിമാ ഗാനങ്ങൾ. സിനിമാ ഗാനങ്ങൾക്ക് ഫോക്ക് സംഗീതത്തെയും ക്ലാസിക്കൽ സംഗീതത്തെയും ഉൾക്കൊള്ളുന്നുണ്ട്. പഴയ സിനിമാ ഗാനങ്ങൾ കൂടുതലും ഇന്ത്യൻ വെസ്റ്റേൺ ക്ലാസിക്കൽ സംഗീതത്തെ അടിസ്ഥാനമാക്കിയുള്ള മെലഡികളായിരുന്നു. ഇന്ത്യൻ സംഗീത ഉപകരണങ്ങൾ കൂടാതെ പാശ്ചാത്യ സംഗീത ഉപകരണങ്ങളും ഇന്ത്യൻ സിനിമാ ഗാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. മറ്റെല്ലാ സാംസ്കാരിക രൂപങ്ങളെയും പോലെ തന്നെ സംഗീതവും ഏതെങ്കിലും ഒരു ആശയത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭക്തിഗാനങ്ങൾ വൈകാരിക പ്രതിനിധീകരിക്കുക മാത്രമല്ല, എല്ലാവരെയും ഇതിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. ആഗോള ഗ്രാമ സംവിധാനത്തിൽ, അതായത് ഗ്ലോബൽ വില്ലേജ് പ്രദേശങ്ങളെയും ആളുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുകയും സാംസ്കാരിക കൈമാറ്റത്തിന് സഹായിക്കുകയും ചെയ്യുന്ന ഒരു കണ്ണിയായി സംഗീതം നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ഇത്തരം ഇതിന്റെ വരുന്നതിന് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. NSന്റെ എല്ലാ വിഷയങ്ങളുടെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. എല്ലാ വിഷയങ്ങളുടെ മലയാളത്തിന്റെ ഗൈഡുകൾ ആവശ്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ഗൾഫിലുള്ളവർക്ക് അവിടെ ഇരുന്ന് ഓൺലൈനായിട്ട് പഠിക്കാം. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് നൽകുമ്പോൾ നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത സമയങ്ങളിലാണ് നമ്മൾ ക്ലാസ് നൽകുന്നത്. അഡ്മിഷൻ എടുക്കുന്നവർക്ക് വളരെ കുറഞ്ഞ ഫീസ് തന്നെ ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക്, ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ കൂടെ എല്ലാം നൽകുന്നുണ്ട്. ഈ ആർക്കും വീട്ടിലിരുന്നിട്ട് ഓൺലൈനായിട്ട് പരീക്ഷ മൊബൈലിൽ എഴുതണമെന്നുണ്ടെങ്കിൽ ബോസ് എഡ്യൂക്കേഷന്റെ SSLC +2 നമ്മൾ 3 മാസം കൊണ്ട് 6 മാസം കൊണ്ട് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.